ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൗച്ചോ. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്തൊരു സാധനമാണ് ചൗച്ചോ. എന്ന് വെച്ചാൽ ഉപയോഗിച്ച് ആഹാര സാധനങ്ങളിൽ ഇത് നമ്മൾ ഉപയോഗിച്ച് പരിചയമില്ലാത്തൊരു സാധനമാണ്. നമ്മൾ പച്ചക്കറി കടകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കടകളിലും ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി കിറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉണ്ടാവും. വെട്ടുമലക്കറിയൊക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. മിക്കുള്ളവരും ഇത് പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളപ്പിക്കാൻ വേണ്ടി എടുത്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സീഡ് പുറത്തേക്ക് വന്നത്. ഇതാണെങ്കിൽ നമുക്ക് തുടർച്ചയായി ഒരു തൈ നട്ട് കഴിഞ്ഞാൽ തുടർച്ചയായി 3 വർഷം വരെ നമുക്ക് കായ്ഫലം കിട്ടുന്നൊരു സാധനമാണ്. നമ്മൾ കോവലൊക്കെ നടുന്ന പോണക്ക് തന്നെ അത് നശിച്ചു പോകാതെ അത് പടർന്ന് ഇങ്ങനെ കിളിച്ചുകൊണ്ടേയിരിക്കും. പ്രൂണിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വളവും കാര്യങ്ങളും പൊട്ടാസ്യം അടങ്ങിയ വളമാണ് ഇതിന് വേണ്ടത്. കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും. എന്നാൽ അധികം അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു പച്ചക്കറിയുമാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് സാലഡിൽ ഉപയോഗിക്കാം, അച്ചാറിടാം, ഉപ്പിലിടാം, സാമ്പാറിലിടാം, അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കുന്നതിൽ ചേർക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. ഇത് മാത്രമായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമുക്കിത് വെച്ചിട്ട് പരിപ്പും ഇതും കൂടി കറി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കറികൾ നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വിഭവങ്ങൾ, ഇതിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാത്തതാണ് ഏറ്റവും കൂടുതലും മലയാളികളും ഇത് ഉപേക്ഷിക്കുന്നത്. അതായത് ഒരു പരിചരണവും അധികം ഇല്ലാണ്ടോ അധിക പരിചരണങ്ങൾ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന കോവലൊക്കെ നട്ട് കഴിഞ്ഞാൽ വലിയ പരിചരണം വേണ്ട. 6-7 വർഷം അത് നമുക്ക് വിളവുകൾ തരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചൗച്ചോ എന്ന് പറയുന്ന സാധനവും നമുക്ക് നല്ല വിളവ് തരുന്ന ഒരു സാധനമാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലെ ഒരു കായ എടുത്ത് നമ്മൾ നട്ട് അപ്പോൾ ഡയറക്റ്റ് ഇത് കൊണ്ട് മണ്ണിലേക്ക് വെച്ചാൽ നശിച്ചു പോകും. അപ്പോൾ ഇതൊരു ചകിരിച്ചോറിൽ ഇങ്ങനെ തട്ടിച്ച് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ലീഫൊക്കെ വന്ന് ഒരു 3-4 ഇലയാകുമ്പം നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലുള്ള വിത്ത് മുള വന്നത് കിട്ടും. അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ ഇതുപോലെ ചൗച്ചോവിൻ്റെ നമുക്കൊരു 30-40 അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് 4-5 കായ്കൾ കിട്ടും. വാങ്ങിയിട്ട് നട്ട് കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയേ വേണ്ട, ഇഷ്ടംപോലെ കായ്കൾ പിടിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ചൗച്ചോ എന്ന് പറയുന്നൊരു പച്ചക്കറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്തേക്കണേ.